മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ബ്രദർ വായിച്ചാട്ടെ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും. ഇവിടെ മത്തായിയെ കുറിച്ച് പഠിക്കുമ്പോൾ മത്തായി മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, കിട്ടുമെന്ന് പറയാനായിട്ടുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ ഒരു ഉടമയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മത്തായി അങ്ങനെ ഇതിന് ഊന്നൽ കൊടുത്ത് സംസാരിപ്പാനായിട്ട് ഇടയായത്. അതുമാത്രമല്ല, മത്തായിയുടെ സുവിശേഷം AD 60-നും 65-നും അകത്ത് നിന്നുകൊണ്ടാണ് ഇത് മത്തായി എഴുതുവാനായിട്ട് ഇടയായത്. വീണ്ടും മത്തായിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മത്തായി റോമൻ ഗവൺമെന്റിന്റെ ഒരു നികുതി പിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ മത്തായി ഇളകുന്ന രാജ്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് ഇളകാത്ത രാജ്യത്തെക്കുറിച്ചാണ് മത്തായി എന്നോട് നിങ്ങളോട് പറഞ്ഞത്. ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഇന്ന് പകൽക്കാലം ആരെല്ലാം ഈ വനിത വിങ്ങിൽ കൂടെ കടന്നു വന്ന് വചനം കേൾക്കുന്നുണ്ടോ, അവരെല്ലാം ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു ഇളകാത്ത രാജ്യം നമ്മുടെ മുന്നിലുണ്ടെന്ന് മറന്നു പോകണ്ട. ഇന്ന് ഈ ലോകം ഇളകുന്ന രാജ്യത്താണ് ആയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിൽ ദൈവത്തിന്റെ വഴിയില് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങിങ്ങായി ഭൂകമ്പം ഉണ്ടാകുന്നു. ഇത് ഇളകുന്ന രാജ്യമാണെങ്കിൽ ഒരു ഇളകാത്ത രാജ്യത്തിലേക്കാണ് സ്വർഗം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ള ഒരു കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ ഇളകാത്ത രാജ്യത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ അമേരിക്കയിൽ നിന്ന് ഒരു വ്യക്തി ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഈ വിളിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ വലിയ വർണ്ണനകളൊക്കെ അയാൾ പറയാറുണ്ട്. ആ സഹോദരൻ പറയാറുണ്ട്. ഏകദേശം 85 വയസ്സ് കാണും. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. സപ്പോർട്ട് തരാനുള്ളൊരു വ്യക്തി തന്നെയാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ വിളിച്ച് രാവിലെ പ്രഭാതത്തിൽ എന്നെ വിളിക്കുമ്പോൾ അമേരിക്കയുടെ ആ വർണ്ണനകളെ കുറിച്ച് എന്നോട് പലപ്പോഴും പറയാനിടയായി. എനിക്ക് കാര്യം മനസ്സിലായി. ഇളകുന്ന രാജ്യത്തെക്കുറിച്ചല്ല അതെ ഞാൻ പറയുന്നത്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഇളകാത്ത രാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് മൊബൈൽ അവിടെ ഓഫ് ചെയ്യുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ വഴിയില് ഈ ഇളകുന്ന രാജ്യമാണ് അനേകർക്ക് വേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി. നീ UK പോയാലും, നീ അമേരിക്ക പോയാലും, നീ ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് കൈവിട്ടു പോയാലും ഇതെല്ലാം ഇളകുന്നതാണ്. ഇതെല്ലാം ലോകവും അതിന് മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്ക് നിലനിൽക്കും. ഇളകാത്ത രാജ്യമൊന്നുണ്ട്, അവിടെയൊക്കെ ഞാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 32 വർഷമായിട്ട് ഈ ഇളകാത്ത രാജ്യത്തിലേക്ക് പോകുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഒരു അമ്മച്ചി ഒരു അപ്പച്ചനും കടന്നു പോവുക. അപ്പോൾ ഞാൻ പരിചയമുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ സംസാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്ത് നിന്ന് ഞാൻ നിങ്ങളും വിട്ടുപോകണം. ഏത് അംബാനി ആയാലും അത് ദൈവത്തിൻ്റെ വഴി വിട്ടുപോകണം. എന്നാൽ ഞാൻ പോകുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു ഇളകാത്ത രാജ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ അമ്മച്ചിയോട് അപ്പച്ചനോടും പറഞ്ഞു. അവരും പറഞ്ഞു പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വഴിയിൽ എൻ്റെയും നിൻ്റെയും മുമ്പിൽ ഒരു ഇളകാത്ത രാജ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കൊള്ളായിരുന്നു. മത്തായി എന്തുകൊണ്ടാണ് ഇളകാത്ത രാജ്യത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. മത്തായി 21-ന്റെ 9-ാം വാക്യം പ്രൈസ് ദി ലോർഡ് ഒന്ന് വായിക്കുകയാണെങ്കിൽ കൊള്ളായിരുന്നു. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രനെ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ
യെരൂശലേമിൽ കടന്നപ്പോൾ അവൻ യെരൂശലേമിലേക്ക് കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. നഗരം മുഴുവനും വിളകി. ലോകം കാണാത്ത വലിയൊരു ജനസമുദ്രം ദൈവത്തിന്റെ പേര് യേശുവിനെ അനുഗമിച്ചു എന്ന അവൻ രാജാതി രാജാവായിട്ട് അവൻ കഴുതപ്പുറത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടിട്ടാണ് മത്തായി ദൈവത്തിന്റെ പേര് ഇളകാത്ത രാജ്യത്തെ കുറിച്ച് ഊന്നി പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതിന് 31 മുതൽ ഒന്ന് വായിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന്റെ 31 മുതൽ 31, 32 വാക്യങ്ങൾ ആരെങ്കിലും വായിച്ചാട്ടെ. ആകയാൽ ശ്രദ്ധിച്ചാട്ടെ. ആകയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. ആകയാൽ അതുകൊണ്ടെന്നൊക്കെ പറയും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. പിന്നെ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. എന്നിട്ട് പറയാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനെ അനുഗമിക്കുന്ന പത്രോസ് ഒരു ദിവസം യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. കർത്താവേ, നിന്നെ നാളുകളായിട്ട് ഞങ്ങൾ അനുഗമിക്കുന്നവരാ, എന്ത് കിട്ടുമെന്ന് അവർ യേശുവിനോട് ചോദിച്ചൊരു ചോദ്യം എനിക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുവാനായിട്ട് കഴിയും. പത്രോസ് ചോദിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് യേശുവിനറിയാം. എന്നാൽ പത്രോസിന് അത് അറിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വഴിയില് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നീ ജീവനായിട്ട് വിചാരപ്പെടരുത്. ഈ സകല കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം അറിയുന്നവനാ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങളെ വ്യക്തമായിട്ട് അവൻ അറിയുന്നവനാ. അപ്പൊ യേശു അവനോട് മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. പത്രോസേ, നീ ചോദിച്ച ചോദ്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഒന്നാമതായിട്ട് യേശു ഇപ്രകാരം പറഞ്ഞു. ആത്മീയമായ കാര്യം യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. 12 സിംഹാസനത്തിലെയും ന്യായം വിധിപ്പാനുള്ള അധികാരം ഞാൻ നിനക്ക് സ്വർഗത്തിൽ തരും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ 100 മടങ്ങ് ഞാൻ നിനക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ പുറകെ വരും. നീ അതിന്റെ പുറകെ പോകണ്ട. ആമേൻ. ഈ 32 വർഷമായിട്ട് യേശു കർത്താവിനെ ഞാൻ അനുഗമിച്ചെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ള ദൈവത്തിന്റെ വഴിയില് എന്റെ ഭാര്യ ഇടക്കിടക്ക് എന്നോട് ചോദിക്കും, നാളത്തെ കാര്യം എങ്ങനെ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ അത് ദൈവം കരുതിക്കൊള്ളും. ഇസ്രായേലിലേക്ക് നീ നോക്ക്. ഇസ്രായേലിനെ ദൈവത്തിന്റെ വഴിയില് 40 വർഷം വഴി നടത്തിയ സ്വർഗത്തിലെ ദൈവം അതെ അവരെ വേണ്ടതുപോലെ പോഷിപ്പിച്ച് നടത്തിയെങ്കിൽ എന്നെയും നിന്നെയും നടത്തുവാൻ അവൻ പ്രാപ്തനാണ്. 5 അപ്പവും 2 മീനും എടുത്ത് 5000 പേരെ പോഷിപ്പിച്ച യേശു കർത്താവ് ശേഷിച്ചത് 12 വട്ടം നിറച്ചെടുത്തെങ്കിൽ ദൈവത്തിന്റെ പൈതല് സകല കാര്യങ്ങളിലും എന്റെ സ്വർഗം ചെയ്തു തരുവാൻ പ്രാപ്തനാണെന്ന് നീ മറന്നു പോകണ്ട. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ വനിതാ വിങ്ങിന്റെ ശുശ്രൂഷയിൽ ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെയുള്ളൊരു ഭാരങ്ങൾ വന്നിട്ടില്ല. ഇന്ന് വരെ 32 വർഷമായിട്ട് നാളത്തെ കാര്യത്തെക്കുറിച്ച് ഞാൻ വിചാരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കാക്കകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ എത്ര അധികം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ രാജ്യത്തില് ദൈവത്തിന്റെ പേര് മാണ്ഡ്യാരോ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടോടി പോലെ ഈ പെരുന്നാൾ 20-ാം തീയതി പെരുന്നാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒല്ലിയിട്ടിട്ട് നമ്മളിങ്ങനെ പറയും നായാടികളെന്ന്. നാടോടി എന്ന തെക്ക് ഭാഗത്ത് പറയാ. അവര് തല കീപ്പോട്ടിട്ടിട്ട് ഇങ്ങനെ നടക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ വഴിയില് മുമ്പേ അവന്റെ രാജ്യവും നീതി നീ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നീ തല കീപ്പോട്ടിട്ട് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരിങ്ങനെ നടന്നു പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കൂട്ടം കൂട്ടമായിട്ട് തല കീപ്പോട്ടിട്ട് താഴെ നോക്കി നടക്കും. കാര്യം മനസ്സിലായല്ലോ? പ്രൈസ് ദി ലോർഡ്. അവസാനം ലഭിക്കുന്നത് ചില കമ്പ്യാണികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായ ഒരു സ്തോത്രം ചെയ്താട്ടെ, കരങ്ങൾ ഉയർത്തി. ആമേൻ. ഇതാ ഈ ലോകത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുക. എന്നാൽ
ഇളകാത്ത രാജ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിന്റെ വൈര് അപ്പോസ്തലനെയോ അതെ പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞെങ്കില് 12 ഗോത്രങ്ങളെ ന്യായം വിധിപ്പാനായിട്ടുള്ള അധികാരം കൊടുത്തെങ്കില് ദൈവത്തിന്റെ വൈല് അതിന്റെ പുറകെ ഇത് വന്നോളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നല്ലൊരു സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 10 രൂപയുടെ അരി വാങ്ങിക്കാൻ പൈസയില്ലാതെ, എൻ്റെ മകന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ബാഗ് വാങ്ങിക്കാൻ പൈസയില്ലാതെ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായി സകലവും ചെയ്ത് ഇന്നും വഴി നടത്തിയ സ്വർഗത്തിലെ ദൈവം എൻ്റെ മക്കളെ ബിടെക് പഠിപ്പിച്ച് അവർ നല്ല കമ്പനിയിൽ നല്ല ജോലിക്കാരായിട്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. 2 ഭാര്യമാരുണ്ട്, അവർക്ക് പേരക്കുട്ടികളുണ്ട്. അവൻ സമൃദ്ധിയായിട്ട് എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായോ? ഞാൻ എൻ്റെ പുറകെ പോയിട്ടല്ല. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അത് വേലയ്ക്ക് വേണ്ടി സ്വർണ്ണക്കച്ചവടം അത് ചെയ്തുകൊണ്ടിരുന്ന എന്നെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകത്താൽ എന്നെ നിർത്തിയിട്ട് ഞാൻ ഒന്നും നോക്കാതെ അബ്രഹാമിനെ പോലെ ഞാൻ വിളിച്ചിറങ്ങിയവനാ. എൻ്റെ പേരും അബ്രഹാമാ. ജോഷി സിസ്റ്ററിന് വ്യക്തമായിട്ട് എന്നെ കുറിച്ച് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഗ്ലാസ് ഇട്ട ആ കടയില് എയർ കണ്ടീഷൻ ചെയ്ത മാമുക്കോയ ഉദ്ഘാടനം ചെയ്ത കടയുടെ മുറ്റത്ത് ഞാൻ ബനിയനും ടീഷർട്ടും ഇട്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ബനിയനും അതെ ദൈവത്തിന് സ്വന്തം ജീൻസ് ഇട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ സ്വർഗം ദൈവത്തിന്റെ വയല് അത് 3 ചെറുപ്പക്കാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ അഭിഷേകത്തിൽ അവൻ നിറച്ചു. ഈ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച് വേർതിരിച്ച് 32 വർഷമായി. അമേ ദൈവം വിശ്വസ്തന. നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ, വിശ്വസ്തയാണെങ്കിൽ അധികത്തിൽ നിന്ന് സ്വർഗം വിചാരകനാക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെയും കിട്ടും എന്നാ പലരും ചിന്തിച്ചിരിക്കുന്നത്. മനസ്സിലായോ? മത്തായി 6 അധ്യായം ഫുള്ളായിട്ട് വീട്ടിൽ പോയിട്ടിരുന്ന് വായിക്കേ, അപ്പം മനസ്സിലാക്കാൻ കഴിയും. ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എന്നെ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവര്, നീ അതിൻ്റെ പുറകെ പോകേണ്ട. ഇളകാത്ത രാജ്യം അന്വേഷിച്ച് കണ്ടെത്തുവോളം നീ പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്താ ലഭിക്കുക? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താ ലഭിക്കുക എന്നുള്ളത്? മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ശബ്ദപരിധിയിൽ ആരെല്ലാം വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ഈ വനിതാ വിങ്ങിന്റെ മീറ്റിംഗിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, യൂട്യൂബിൽ കൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്ക് ലേഖനം എഴുതി. പ്രൈസ് ദി ലോർഡ്. റോമക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 14-17 വാക്യത്തില് ഇപ്രകാരം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്ന് പറഞ്ഞെങ്കിൽ അതെ സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ആമേൻ. 2 മണിക്കൂർ പ്രസംഗിച്ചാലും ഇത് നിർത്തത്തില്ല, മുന്നാക്കം പോകത്തില്ല. അത്രയ്ക്കും നല്ല വിഷയാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചാട്ടെ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോ ഒരു വാക്യം കൂടെ ചേർന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണത്തില് മത്തായി വീണ്ടും ഊന്നൽ നൽകിക്കൊണ്ട് ആ ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറയുന്നു. 5-6 വാക്യം വായിച്ചാട്ടെ. 5-6 വാക്യം. മത്തായി, വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. പ്രൈസ് ദി ലോർഡ് ചെയ്താട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്ന് പറയുമ്പോൾ ഇവിടെ മത്തായി വീണ്ടും ഊന്നി പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് വരും? തൃപ്തി വരും. ഈ തൃപ്തിയില്ലാത്ത എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞതുപോലെ ഈ താഴോട്ട് നോക്കി നടക്കുന്നവർക്ക് തൃപ്തിയില്ലാത്തവരാ. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പേരിൽ ഇന്ന് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഈ തൃപ്തിയില്ലാത്ത ജീവിതത്തിലാ, തൃപ്തിയില്ലാത്ത സാഹചര്യത്തിലാ. ഒരു കടയെ കടന്നുപോയി, കുന്നംകുളത്തേക്കൊരു കടയിൽ കടന്നുപോയിട്ട് തുണികളൊക്കെ വാങ്ങിച്ച് വന്ന് ഇഷ്ടപ്രകാരം എടുത്തതാ. വീട്ടിൽ വന്നു കഴിഞ്ഞ് മതിലിൻ്റെ അരിക്കില് ഗ്രേസി എന്ന് പറഞ്ഞ സഹോദരിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സഹോദരി പറയും, ഇതിൻ്റെ വാല് തുമ്പ് അത് ചെറിയൊരു വ്യത്യാസമുണ്ടല്ലോ, കോമ്പിനേഷൻ ശരിയായിട്ടില്ല,
അത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി ഇവളെന്ത് ചെയ്യില്ല, ഉറങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും അത് മാറ്റണം, വേണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോകപരമായിട്ട് ദൈവത്തിന് സ്വത്രം നീ തുണിയെടുക്കുന്നൊരു വ്യക്തിയായാലും അതെ, ദൈവത്തിന് സ്വത്രം ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീണു പോകുന്നവളാണ് നീയെങ്കില് നീ തൃപ്തിയല്ലാത്തവളാ. ആമേൻ. ഭക്ഷണ സാധനങ്ങള് മേശപ്പുറത്ത് വരുമ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബിരിയാണി ആകട്ടെ മറ്റുള്ള വിഭവങ്ങളാകട്ടെ അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രൈസലോ നമുക്കൊരു ഏമ്പക്കം വരാറുണ്ട്. പ്രൈസലോ. എൻ്റെ അപ്പൻ്റെ പേര് മാത്തപ്പൻ. അപ്പം മാത്തപ്പൻ എന്ന് മനസ്സിലായി എൻ്റെ അപ്പൻ്റെ പേര്. അങ്ങനെ എൻ്റെ അപ്പൻ അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ ഇങ്ങനെ പറയും, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയാറുണ്ട്, എടാ നിർത്തടാ എന്ന് പറയും. പ്രൈസലോ. കാര്യം മനസ്സിലായല്ലോ? മതിയാക്ക്, കാരണം വയറൊക്കെ നിറഞ്ഞു. പ്രൈസലോ. അപ്പൊരു സ്വോത്രം പറഞ്ഞോളൂട്ടോ. സ്വോത്രം. അപ്പൊരു സ്വോത്രം പറയേ. എന്താ കാര്യം എന്നറിയോ? എത്രയോ സമ്പന്നന്മാരുടെ കുടുംബത്തില് തൊണ്ടയ്ക്ക് ക്യാൻസറായിട്ട് വെള്ളമിറക്കാൻ കഴിയാതെ അനേകരായിരിക്കുമ്പോ ദൈവത്തിന് സ്വോത്രം. ഒന്ന് വെള്ളം കുടിച്ചാൽ അതിന് സ്വോത്രം പറയണം. ദൈവത്തിന്റെ വൈതില് തൃപ്തിയില്ലാത്തൊരു ലോകത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് മറന്നു പോകണ്ട. ഹല്ലേലൂയ. ചാലിശ്ശേരിയിലെ ജോഷിയുടെ ഏകദേശം അടുത്തൊക്കെ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 95 വയസ്സായ ഒരു അമ്മച്ചിയുടെ അടുത്തേക്ക് ഞാൻ കടന്നുപോയി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. അമ്മച്ചിക്ക് കുടുംബത്തിലേക്ക് ഞാൻ കടന്നുപോയതാ. പട്ടുപോലെ നിറച്ച മുടിയുള്ള അമ്മച്ചി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദൈവത്തിന് സ്വത്രം 95 വയസ്സ് പ്രായമുള്ള അമ്മച്ചിയാണ്. അവസാനം കാലം ദൈവത്തിന് സ്വത്രം അബ്രഹാം മുടിയൊക്കെ തലോടി എന്ന് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ, ബാക്കിയൊന്നും കേൾക്കില്ല. ഈ കൂട്ടായ്മയുടെ മുഖത്ത് പോയി കഴിഞ്ഞാൽ പകുതിയെ കേൾക്കുള്ളൂ, പകുതി കേൾക്കത്തില്ല. ഇവിടെ 95 വയസ്സായ അമ്മച്ചി, പട്ടുപോലെ മുടി നിറച്ച അമ്മച്ചി. ഈ അമ്മച്ചിയുടെ മുടി തലോടിക്കൊണ്ട് ഞാൻ ചോദിച്ചു, അമ്മച്ചിയെ പ്രൈസലോ, ഒരു ഇളകുന്ന രാജ്യമാണ് ഇത്, ഇളകാത്ത രാജ്യം അറിയോ എന്ന് ചോദിച്ചപ്പോ അമ്മച്ചി ഒന്ന് ചിരിച്ചു. പ്രൈസലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കയിൽ നിന്ന് വിളിച്ച് അമേരിക്കയുടെ വർണ്ണന പറഞ്ഞ് ഞാൻ നിത്യരാജ്യത്തെക്കുറിച്ച് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ ഫോൺ വെച്ചു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ. ഇതുപോലെ കുറച്ച് പേരുണ്ട്. പ്രൈസലോ. നിർത്തിക്കോ, മതി. കാരണം അവർ കാണാത്തതാ, ഇത് കാണുന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞതാ, നീ അമേരിക്ക പോയാലും എവിടെ പോയാലും സ്വർഗത്തിൽ പോവാൻ തുനിഞ്ഞണം. പ്രൈസലോ. നിത്യനായ സ്വർഗത്തിലെ ദൈവം, അതെ, ദൈവത്തിന്റെ ഒരു ഇളകാത്ത രാജ്യത്തിൽ സ്വർഗത്തിലെ ദൈവമുണ്ട്. അവിടെ ചേർക്കുവാൻ അവൻ വീണ്ടും വരും. ആ നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിക്കോ ഇന്നൊരു പകൽക്കാലം. പ്രൈസലോ. ഈ വചനം കേട്ട് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നീ സമയം അധികമില്ല ദൈവത്തിന്റെ പേരിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഇളകാത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സമയമായ. നിന്റെ കണ്ണുനീര് തീരുന്നൊരു ദിവസമുണ്ട്, ദുഃഖം തീരുന്നൊരു ദിവസമുണ്ട്. ഇവിടെ മത്തായി പറഞ്ഞെന്താ? നീതിക്ക് വേണ്ടി ദാഹിക്കണം. പ്രൈസലോ. എന്താണ് ഈ നീതി എന്ന് പലർക്കും അറിയത്തില്ല. ഞാൻ പറയാ, കോടതിയിൽ ദൈവത്തിന്റെ വഴിയില് ഈ ലോകത്തിന്റെ നീതി ലഭിക്കാനായിട്ട് അനേകർ പോകുന്നുണ്ടല്ലോ. എത്രയോ പേര് ഈ ലോകത്തിന്റെ നീതി ലഭിക്കാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പോലീസ് സ്റ്റേഷനിൽ കയറാനായിട്ടുണ്ട്, പല വിധത്തിലും പലരും കടന്നു പോകാറുണ്ട്. ഞാൻ ഒരു ദിവസം കോടതി പോകാനായിട്ടിടയാ. എൻ്റെ കേസും കൂട്ടൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അവിടെ കടന്നുപോയത് ഒരു ഭാര്യ ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് ആകെ 2 കൊല്ലമായിട്ടുള്ളൂ. ഇവർ പിരിയാൻ പോവുക. അങ്ങനെ കരച്ചിലും പിരിച്ചിലൊക്കെ ആയിട്ട് ഞാൻ അവിടെ കടന്നു ചെന്നു. കോടതിക്ക് ജഡ്ജിയുടെ മുന്നാകെ ചെല്ലണം. ആ സാഹചര്യത്തിൽ ഈ 2 കുഞ്ഞുങ്ങളാണല്ലോ, അവർ രണ്ടുപേരും പരസ്പരം കരയാൻ തുടങ്ങി. ഞാനിങ്ങനെ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ കരയണ്ട, ദൈവം സംയോജിപ്പിച്ചതിനെ ആരും വേർപിരിക്കില്ല എന്ന് വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ അവരുടെ മാതാപിതാക്കളെ വിളിച്ച്, വേണ്ടപ്പെട്ടവരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, അവർ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ, അതുകൊണ്ട് കോടതിയിലേക്ക് കയറ്റരുത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. പ്രൈസലോ. ഇന്ന് ചാൽശ്ശേരിയുടെ പട്ടണത്തിൽ അവർ സന്തോഷകരമായിട്ട് കുടുംബമായിട്ട് 2 മക്കളുമായിട്ട് അവർ ജീവിക്കുന്ന ദൈവത്തിന്റെ വൈതലേ. പ്രൈസലോ. കോടതി പോകല്ലേ, നിനക്ക് പണി കിട്ടും. പ്രൈസലോ. കോടതിയിൽ നമുക്കറിയാം, ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും കൂടെ മത്സരിച്ച് അത് തമ്മിൽ സ്നേഹത്തിൽ നിൽക്കേണ്ടവര് ഇപ്പൊ കോടതിയിൽ 100 വർഷമായിട്ടും കേസ് കഴിഞ്ഞിട്ടില്ല. 100 വർഷം കഴിഞ്ഞു, കേസ് കഴിഞ്ഞോ? കേസ് കഴിഞ്ഞില്ല. നീ കോടതി പോയാലും സ്റ്റേഷനിൽ പോയാലും ദൈവത്തിന്റെ വഴിയില് പച്ചയ്ക്ക് പറയട്ടെ, നീ അനുഭവിച്ച് മടങ്ങത്തുള്ളൂ, പണി നിനക്ക് കിട്ടും. പ്രൈസലോ. ഭവനത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല, നിരാശപ്പെട്ട ജീവിതമായിട്ട് നീ മുന്നോക്കം കടന്നു പോകേണ്ടി വരും. എന്നാൽ ഇളകാത്ത രാജ്യത്തിലുള്ള ഒരു ജഡ്ജിമെന്റ് ഉണ്ട് ദൈവത്തിന്റെ വഴിയില്, അവിടേക്ക് നീ കടന്നുപോ. പ്രൈസലോ.
അവിടെ വാദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു കർത്താവ് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയാ? എനിക്കും നിനക്കും വേണ്ടി അവൻ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അഡ്വക്കേറ്റായിട്ട് ദൈവത്തിന്റെ വരെ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക. അവിടേക്ക് നിന്റെ ആവശ്യങ്ങളെ പറഞ്ഞു കൊടുക്ക്, അവിടേക്ക് നിന്റെ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്ക്. അവൻ പ്രവർത്തിക്കൂലേ? അതായത് ലോകത്തിന്റെ കോടതി പോയി കഴിഞ്ഞാൽ നീ നിരാശപ്പെടും. എന്നാൽ കർത്താവിന്റെ കോടതിയിലേക്ക് നിന്റെ വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അപ്പാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗം കനിയും, അത്ഭുതം നടക്കും. ഓ സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? അതുകൊണ്ട് നീതിക്ക് വേണ്ടി ദാഹിക്കണം. ഏതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിന്റെ നീതിക്കല്ല, ഈ ലോകത്തിന്റെ നീതിക്ക് വേണ്ടി നടന്നു കഴിഞ്ഞാൽ വെറുതെയാ. നമ്മൾ പറയില്ലേ സത്യന്യായ കോടതി അല്ലേ? ആ ത്രാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നേർക്ക് നേരെയല്ലേ നിൽക്കുക ബ്രദറെ? അല്ലേ? കോടതിയിൽ നിൽക്കുക നേർക്ക് നേരെയാ. ഞാൻ പറയട്ടെ, അതെന്താ കാര്യം എന്നറിയോ? സത്യം സംസാരിക്കാൻ പാടുള്ളൂ. നീ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ വലതേ കാല് വെച്ചാലും ഇടതേ കാല് വെച്ചാലും അടി ഉറപ്പാ. വലത്തെ കാല് വെച്ച് കയറിക്കഴിഞ്ഞാൽ പോലീസുകാർ ചോദിക്കുക എന്താണെന്നറിയോ? പഴയ കാലത്തെ ഇപ്പൊന്നും അങ്ങനെ ഇല്ല. എന്താ പറയുന്നറിയോ? ഇത് കല്യാണ വീടാണ്ടാന്ന് പറഞ്ഞ് മുട്ടും കൈ കൊണ്ടൊന്ന് തരും. സ്വത്രം. അതേ സമയത്ത് നീ ഇടത്തെ കാല് വെച്ച് കഴിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും. എന്താ പറയാന്നറിയോ? ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് അറിയില്ല, വലത്തെ കാല് വെക്കണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കാനാണ് അവിടെ പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കോടതി പോയാലും ദൈവത്തിന്റെ മുന്നില് നിന്റെ കാശിങ്ങനെ പിഴിഞ്ഞ് അവർ എടുക്കുക എന്നല്ലാതെ മറുപടി ലഭിക്കത്തില്ല. നീ നിരാശപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാശൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ബാഗിലാക്കി കൊണ്ടു കൊടുക്കണം അവർക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അഡ്വക്കേറ്റുമാരെ കുറ്റം പറയല്ല, അവരുടെ ഡ്യൂട്ടിയാ, അവരുടെ ദൗത്യമാണ്. ഇത്ര പേഴ്സൻറ്റേജ് ഒരു കേസ് ജയിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ട്. എൻ്റെ മരുമകളുടെ ആങ്ങള ദൈവത്തിൻ്റെ സ്വത്രം ഒരു സീനിയർ അഡ്വക്കേറ്റാ, കൊലയ്ക്ക് കേസെടുക്കുന്നവനാ. സ്വത്രം. ഹല്ലേലൂയ. കോയമ്പത്തൂരാ. ഇടയ്ക്ക് ഫ്ലൈറ്റിനൊക്കെ പോകുന്നതാണ്, മദ്രാസിൽ കേസുണ്ടെന്ന് പറഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നീ അതിൻ്റെ പുറകെ പോകല്ലേ. അത് ലോകപരമായിട്ടുള്ള കോടതിയാണെങ്കിലോ നിന്റെ വിഷയങ്ങളോ രാജ്യം അന്വേഷിക്കണം, നീതി അന്വേഷിക്കണം. നീതി എന്താണെന്ന് അന്വേഷിക്കണം. ആരടുത്തുനിന്ന് നീതി കിട്ടുക? നീതിക്ക് വേണ്ടി ദാഹിക്കണം. അത് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് കിട്ടും. ഹല്ലേലൂയ. അപ്പൊ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ആരാ? പറ, എന്താ മിണ്ടാതിരിക്കുന്നത്? ഭാഗ്യവാന്മാർ. കേരള ലോട്ടറി ടിക്കറ്റ് കിട്ടിയവനോ നല്ല വീട് വെച്ചവനോ സാമ്പത്തികമായി നല്ല വരുമാനമുള്ളവനോ അല്ല ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവനാ ഭാഗ്യവാൻ. അപ്പൊ നീതിക്ക് ദാഹിക്കണം. ഈ നീതി എവിടുന്ന് ലഭിക്കുക? സ്വർഗത്തിലെ യേശു കർത്താവ് നിനക്ക് നീതി തരുവാൻ പ്രാപ്തനാ ദൈവത്തിന്റെ പൈതലേ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, നീതീകരണം പ്രാപിക്കുക എങ്ങനെയാ? അത് എല്ലാവർക്കും പെട്ടെന്ന് അറിയത്തില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അങ്ങനെ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശ്വാസത്താലുള്ള നീതീകരണം. ദൈവത്തിന്റെ വയല് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്, നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വത്രം നീതീകരണം പ്രാപിക്കുമ്പോൾ അത് വിശ്വാസത്താൽ നീ നേടിയെടുക്കുകയാണെങ്കിൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തെങ്കിൽ വിശ്വാസത്താൽ നീ നീതീകരണം പ്രാപിക്കണം. യേശു ക്രിസ്തുവുള്ള വിശ്വാസാല്. യേശു ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്ത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടാ. ഹല്ലേലൂയ. കള്ളനെ നോക്ക്, ക്രൂശിൽ കിടക്കുന്ന കള്ളനെ. പിതാവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്നവൻ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ആ സമയം യേശു മരിച്ചിട്ടില്ല. അവൻ വിശ്വസിച്ചതാണ് യേശു മരിക്കും, മരിച്ചിട്ട് അവൻ അടക്കം ചെയ്യും, മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും, ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന കള്ളൻ വിശ്വസിച്ചു. അതാ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു വീണ്ടും വരും. ഇന്ന് ഞാൻ പറയട്ടെ, അവൻ അഡ്വക്കേറ്റ് പണി ഇന്ന് എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എന്നാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം അവൻ വരും. പ്രൈസ് ദി ലോർഡ്. ജഡ്ജിയായിട്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ജഡ്ജിയായിട്ട് വരുന്നൊരു ദിവസമുണ്ട്, ന്യായവിധിക്കാനായിട്ട് വരുന്നൊരു ദിവസമുണ്ട്. ആ ന്യായവിധിയുടെ മുന്നിൽ നീ നിൽക്കണ്ടെങ്കിൽ ദൈവത്തിന് വരെ നീതീകരണം പ്രാപിച്ച് ഇന്ന് ഇവിടുന്ന് മടങ്ങാവോ? പ്രൈസ് ദി ലോർഡ്. നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കേട്ടോണേ, നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഈ ഓഫർ അല്ലേ, രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ.
ഈ വചനം അകത്തില്ലാത്ത ചത്തത് തുറന്നങ്ങോട്ട് പറയാലോ. വചനം അകത്ത് കയറി കഴിഞ്ഞാൽ അതിങ്ങനെ കിടന്ന് പടയ്ക്കും. പ്രൈസലോ. വചനം അകത്ത് വേണം. അകത്തുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും നോക്കില്ല, ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പ്രൈസലോ. വചനത്തിനായിട്ടൊരു ദാഹം വേണമെന്നേ. എൻ്റെ വിഷയം അതല്ലല്ലോ. പ്രൈസലോ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനം കേൾക്കുവാനായിട്ടുള്ള വിശപ്പ് തന്നെ. ഇതുണ്ടോ? 1 മണി കാത്തിരിക്കുകയാണോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിങ്ങനെ താഴത്തോട്ടുള്ള കണ്ണാ. ഹല്ലേലൂയ. ഞാനിന്ന് പെട്ടെന്ന് പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് ഈ വചനം കൊണ്ട് നിറയട്ടെ, വയറ് നിറയട്ടെ. പ്രൈസലോ. ഞാനിവിടെ എൻ്റെ ഷാജി ബ്രദറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാ. സ്തോത്രം. എനിക്ക് നന്നായിട്ട് അറിയാം. അതാ വേണ്ട. ഓരോരുത്തരെ ഓരോ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ബ്രദറിനെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എന്നെ ഏൽപ്പിച്ച് ബ്രദറിനെ ഏൽപ്പിച്ചിട്ടില്ല. പ്രൈസലോ. ചിലരെ പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിക്കും. ഇതൊക്കെ ദൈവത്തിന്റെ കൃപയാ. ഓരോരുത്തർക്ക് വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ ദൈവം കൊടുക്കുന്നതാ. താലന്തുകൾ. മനസ്സിലായോ? ആ താലന്ത് കുഴിച്ചു മൂടാനായിട്ടുള്ളതല്ല, അത് എടുത്ത് ഉപയോഗിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, 2 എടുത്താ 1 ഫ്രീ. അപ്പം ഞാൻ എൻ്റെ മരുമക്കളും ഭാര്യയൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ ഒന്ന് ഷോപ്പിംഗ് നടത്തും. അപ്പോൾ ഷോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ ഞാനിങ്ങനെ പുറകെ നടക്കും. എനിക്കങ്ങനെ ആവശ്യമൊന്നുമില്ലല്ലോ. ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾ. ഇപ്പോൾ വെള്ള ഷർട്ട് ഇട്ടാൽ വന്ന് കണ്ടോ? ഈ വെള്ള ഷർട്ട് ഇട്ടാൽ മാത്രം പോരാ, ഇതിൻ്റെ അകത്ത് എന്ത് വേണം? വൈറ്റ് ആവണം. ഞാനതെപ്പോഴും പറയും. വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് വൈറ്റ് വേണം. എന്ന് വെച്ചാൽ ജീവിത വിശുദ്ധി വേണം. പ്രൈസലോ. ഇത് വിശുദ്ധർക്കുള്ളതാണ്. പ്രൈസലോ. വിശുദ്ധനായി ജീവിക്കുന്നവർ ഈ വെള്ള ഷർട്ട് ഇട്ടാൽ ഞാൻ നല്ല മനോഹര. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം ഉണ്ടാകണം. മുറിക്കകത്ത് പോയി മുട്ടുമടക്കുമ്പോൾ അത് കുറവുകൾ ഏച്ചു പറഞ്ഞ് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായോ? ദൈവത്തിന്റെ സ്തോത്രം. 2 എടുത്ത 1 ഫ്രീ, 3 എടുത്ത 1. അങ്ങനെയാകുമ്പോ വ്യക്തമായി മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 1 ഫ്രീ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞല്ലോ, കേട്ടല്ലോ. അപ്പൊ കൂടെ കിട്ടുന്നതാണ് എന്ത്? സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. റോമർ 14:17 വാക്യം പറഞ്ഞത് എന്താ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുല്, ഈ വനിതാ വിങ്ങിൽ കൂടെ ഈ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ, യൂട്യൂബ് ചാനലിൽ കൂടെ വചനം കേൾക്കുന്ന ഏവരുമായുള്ളവരെ, എനിക്ക് പറയാനായിട്ടുണ്ടെങ്കിൽ നീതീകരണം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നീതിക്ക് വേണ്ടി നീ ദാഹിക്കുകയാണെങ്കിൽ അവരാ തൃപ്തിയുള്ളവരെ. സ്തോത്രം. ഞാൻ തൃപ്തനാട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്റെ ഭൗതികം പ്രശ്നമല്ല, ദൈവത്തിന്റെ ബദല് അതിന്റെ മുകളിൽ ഒരു തൃപ്തി നീ കാണും. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ പുറകെ വന്നോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിലൊരു തൃപ്തി കാണും. പ്രൈസ് ദി ലോർഡ്. അവരാ തൃപ്തിയുള്ളവരെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ബദല് ഇവിടെ പറയാ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നല്ലോ, ഇന്ന് ഈ സമാധാനവും ഈ പരിശുദ്ധാത്മാവിൽ സന്തോഷവും കർത്താവ് നമുക്ക് ഫ്രീ തരുന്നതാ, അതിന് കൂടെ കിട്ടുന്നതാ. നീതീകരണം പ്രാപിച്ച ഒരു ദൈവത്തിൽ ലഭിക്കുന്നതാണ് സമാധാനം. ഇന്ന് സമാധാനമില്ലാതെ ലോകരാജ്യങ്ങളായിരിക്കുക. ലോകരാജ്യങ്ങൾ ദൈവത്തിന്റെ വൈദ്യുല് അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? സമാധാനത്തിന് വേണ്ടി. സ്തോത്രം. പെട്ടെന്ന് ലഭിക്കത്തില്ല, ലോകമനുഷ്യരായിട്ടുള്ളവർക്ക് ലഭിക്കത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇവ നാം പറയാ, ഇപ്പോഴും സമാധാനത്തിന് വേണ്ടി ഗൾഫിന്റെ പ്രദേശങ്ങളിൽ ദൈവത്തിന്റെ വില ഓടിക്കൊണ്ടിരിക്കുക. അമേരിക്കയും ദൈവത്തിന്റെ സ്തോത്രം ഇറാനും ഇസ്രായേലും കൂടി പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് അവസാനിക്കത്തില്ല. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധസ്ത്രീകളെ കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. ഇതൊക്കെ ഈറ്റുന്നതിന്റെ ആരംഭം. എന്റെ കർത്താവായ യേശു ക്രിസ്തു വരാറായി, അവൻ വീണ്ടും വരാറായി. അതിന്റെ ലക്ഷണങ്ങളാ. സമാധാനത്തിന് വേണ്ടി ഇന്ന് ഭവനങ്ങളിൽ സമാധാനമില്ല, സഭകളിൽ സമാധാനമില്ല, ദൈവത്തിന്റെ വലിയ രാഷ്ട്രങ്ങളിൽ സമാധാനമില്ല, വ്യക്തിപരമായി സമാധാനമില്ല. ആ ലോകത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നീതീകരണം പ്രാപിച്ചോ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ 32 വർഷം മുമ്പ് ഞാൻ നീതീകരണം പ്രാപിച്ചപ്പോൾ
എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം തന്നു. ഇത് ഗിഫ്റ്റാ കർത്താവിൻ്റെ സ്തോത്രം. കൊലോസ്യ ലേഖനം എടുത്ത് വായിച്ചാട്ടെ, അത് 3:15 വാക്യം വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം കണ്ടോ, നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അപ്പൊ ക്രിസ്തു സമാധാനം തരുന്നത് ലോകപരമായിട്ടുള്ള സമാധാനമല്ല. ഞാൻ ലോകം തരുന്ന സമാധാനമല്ല നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്. ആമേൻ, സ്തോത്രം പറ. ആമേൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. ഇത് വാഴുന്ന 32 കൊല്ലായി. സ്തോത്രം. എൻ്റെ ജോഷി സന്തോഷിക്കുക, രക്ഷിക്കപ്പെട്ടവളാ. ഞാൻ വചനം ജോഷിയുടെ വ്യക്തമായിട്ട് എല്ലാം കേട്ടു. ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അറിയാം ആത്മാവിൽ ജനിച്ചവരാരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഇതാ യേശു കർത്താവ് നീ നീതീകരണം പ്രാപിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സമാധാനം തരുന്നു. പ്രൈസലോ. ഞാൻ പറഞ്ഞല്ലോ 2 എടുത്താ 1 ഫ്രീ. നമ്മൾ പറയും ഹോട്ടലിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഇഡ്ഡലിക്ക് ചട്നി ഫ്രീ, ദോശയ്ക്ക് ചട്നി സാമ്പാറും ഫ്രീ, ചമ്മന്തി ഉണ്ട്. ഉണ്ടോ? ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചമ്മന്തിയും കിട്ടും. ഞാൻ തൃശ്ശൂർ പോയപ്പോൾ എങ്ങനെ പറയാതിരിക്കുക, നിങ്ങൾ ഫാമിലി ആയിട്ട് കടന്നു പോയപ്പോൾ അവിടെ ചമ്മന്തി വന്നു. അപ്പോൾ ഹോട്ടലിൽ എത്ര ഗ്രേഡ് കൂടുന്നു അത്രയ്ക്ക് ചമ്മന്തി വരും, അത്ര പണം കൊടുക്കേണ്ടി വരും. ആമേൻ. മനസ്സിലായോ? അപ്പോൾ ഹോട്ടലിൽ എത്ര പവർ കൂടുന്നു അവിടെ. എന്നോട് ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാ, 2-3 ആൾ മുടക്കാന്നാ പറഞ്ഞ പ്രസംഗിക്കാൻ. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഞാൻ ചെറിയാൻ ഡോക്ടർമാർ ഒത്തിരി ഉണ്ട്, അവരോടൊക്കെ ഞാൻ ചോദിച്ചിടം പറയാറുണ്ട്. എന്നെ വലിയ താല്പര്യമാണ്. ENT അവർ പലരുണ്ട്, ഐ സ്പെഷ്യലിസ്റ്റ്. നമ്മുടെ സൈമൻസിൻ്റെ അവിടെ എൻ്റെ ഒരു കുട്ടി, അവിടെ എന്നോട് പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, എന്നോട് ചെറിയാൻ ഡോക്ടറുമായിട്ട് ഞാൻ മുന്നേ പരിചയമുണ്ട്, അങ്ങനെ 40-45 വർഷത്തെ പഴക്കം നിങ്ങൾ ബന്ധമുണ്ട്. അപ്പോൾ അവിടെ കടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ സുവിശേഷം പറയും ഡോക്ടറോട് സുവിശേഷം പറയുമ്പോൾ ഡോക്ടർ, ഞാൻ പറയും ഡോക്ടറെ കുഞ്ഞുങ്ങൾ നിന്ന് കരയുണ്ട്, നമുക്കിനി നിർത്തുകയെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറയുമെന്ന് പറഞ്ഞിട്ട് എന്നെ ആ റൂമിൻ്റെ അകത്തിരുത്തിയിട്ട് ഇങ്ങനെ പറയും, കുട്ടികൾ കരയുക. അപ്പോൾ ഡോക്ടർ ഒരു കാര്യം എന്നോട് ചോദിച്ചു, ഒരു സംശയം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ ആത്മരക്ഷ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്. ഇപ്പോൾ കുറവാണെങ്കിലും VOC ചാനൽ, അതുപോലെ മാറാനാഥ അമേരിക്ക ചാനൽ, അതുപോലെ തന്നെ ചില ചാനലുകളൊക്കെ ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ, പ്രൈസലോ, സകല മുഖത്തും അറക്കപ്പെട്ട കുഞ്ഞാണ് ഞാൻ കൊടുക്കുക. കർത്താവിനെ അതിനാണല്ലോ വിളിച്ചത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ദൈവം തന്ന ആരോഗ്യം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു ശുശ്രൂഷ ഇട്ടുണ്ട്. ആ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഒക്കെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ ഹോട്ടലിൽ ഒരു കുറച്ച് കൂടുതലുണ്ട് ഇപ്പോൾ, ഞാൻ കഴിക്കാറൊന്നുമില്ല, ഞാൻ രാത്രി 3 ചപ്പാത്തി കഴിക്കും, അത് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇന്നലെ നിങ്ങൾ മീറ്റിങ്ങിന് പോയി, അവിടെ പോയേക്കപ്പോൾ 3 ചപ്പാത്തി, 2 ചപ്പാത്തിയും ചോദിച്ചത് 3 ചപ്പാത്തി എനിക്ക് തന്നു. ആ 3 ചപ്പാത്തി തന്നതിന് ശേഷം എൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ കപ്പ് കായ അത് എനിക്കിഷ്ടമാണ്, അത് കഴിച്ചു. കുക്കുംബർ കഴിക്കും, അതും ഇഷ്ടമാണ്. ക്യാരറ്റും കഴിച്ചു. ഇതുമെല്ലാം ഞാൻ കഴിച്ചിട്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങി. പ്രൈസ്. നമ്മൾ വാരി വലിച്ചിങ്ങനെ എന്ത് ചെയ്യരുത്, പെരുവയറന്മാരായിട്ട് നടക്കരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് 66ആയി, എനിക്ക് വേണ്ടതേ ഞാൻ കഴിക്കത്തുള്ളൂ, അപ്പുറം ഞാൻ കഴിക്കത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ചെറിയാൻ ഡോക്ടറിനോട് ചോദിച്ചത് എന്താണെന്നറിയോ, എന്നെ ചിലപ്പോൾ സാറേന്നൊക്കെ വിളിക്കുക ആൾ. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ഡോക്ടറല്ലേ എന്നെ വിളിക്കുന്നത് സാറേന്നാ, ആവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുക, ഈ ഹോട്ടലിലൊക്കെ ബ്രദറെ അജനോമോട്ടോ ഇടുന്നു പറയുന്നത് കേൾക്കാണ്ട് സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് ഹോട്ടലിൽ ഒരു തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അതിടില്ല. അതിൻ്റെ അപ്പുറമുള്ള ഹോട്ടലുകളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അജനോമോട്ടോ ഇടാതെ ഒന്നും കിട്ടത്തില്ല. ഞാൻ ഹോട്ടലിൻ്റെ ഓണർമാരോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ, അജനോമോട്ടോ ഇടാതെ ദൈവത്തിൻ്റെ സ്തോത്രം ഭക്ഷണം തരത്തില്ല. അപ്പോൾ ഡോക്ടർ അങ്ങനെ പോയിട്ട് കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ കഴിക്കുന്നത് അയാട്ടിലാന്ന് പറഞ്ഞു. അയാട്ട് ഒരു ഊണ് കഴിക്കണമെങ്കിൽ അവിടെ 3000-2500 വേണം. അപ്പോൾ അവിടെ ഇടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇരട്ടി ഇടുമെന്ന് പറഞ്ഞു. പ്രൈസിലോ, ടേസ്റ്റ് കൂടുതലല്ലേ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ അന്തപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, നീ അയാട്ടിൽ പോയാലും, നീ ദൈവത്തിൻ്റെ സ്തോത്രം താജിലോ പോയാലും, എവിടെ പോയാലും ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ ബദലേ അത് ഇട്ടേ തരത്തുള്ളൂ. അതിൽ നല്ലത് വീട്ടിലുണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ ദൈവത്തിൻ്റെ സ്തോത്രം സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. അവർ ദൈവമക്കളെന്ന് ജോഷി പറ വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോടതിയിൽ 2 പേര് നിൽക്കുക. ഇന്നലെ ഞാൻ ഒരു സാക്ഷ്യം കേട്ടു, ബാബു സാറിൻ്റെ സാക്ഷ്യം പറഞ്ഞത് എങ്ങനെയാണ്? കോടതി പോയിത്രേ ബാബു സാർ. എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? മിനിഞ്ഞാന്ന് കേട്ടതാ.
അപ്പോൾ ബാബു സാർ കോടതി പോയപ്പോ കോടതിയിലെ ജഡ്ജി ചോദിച്ചു, ഇത്രേ, നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരല്ലേ? ഹൃദയത്തിന് തട്ടിൽ വന്നു. മനസ്സിലായോ? ഇന്ന് ഞാൻ പറയട്ടെ, കോടതി കിടക്കുന്നത്, അന്യായ കോടതി കിടക്കുന്നത്, നീതിന്യായ കോടതി എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. അവിടെ കിടക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വരെ ഞാൻ പറയട്ടെ, ഇന്ന് അന്യായങ്ങളാണ്. സ്വത്രം. ഞാൻ കോടതിയെ വിമർശിക്കുകയല്ല, കോടതി സത്യമാണ്, കോടതി ജഡ്ജ്മെന്റ് സത്യമാണ്. എന്നാൽ അതിലുപരിയായിട്ടൊരു കോടതിയുണ്ട്, യേശു ക്രിസ്തുവിന്റെ കോടതി. അവിടെയാണ് യഥാർത്ഥ നീതീകരണം. അവിടേക്ക് നീ ചെല്ലണം എന്നാ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. സ്വത്രം. അപ്പൊ സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാ ഭാഗ്യവാൻ, അവൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ഇനി എത്ര പേര് ആ വിഷയത്തിന് മുകളിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഒന്നായി. എന്താ കാര്യം? സമാധാനം അതിന് മുകളിൽ വന്നു. ഞാൻ പറയാം, കോടതി, പോലീസ് സ്റ്റേഷൻ, മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അതിൻ്റെ സമാധാനം നഷ്ടപ്പെടും. ലോകപരമാണെങ്കിൽ ലോകപരമായിട്ടുള്ളവരെ പോകുള്ളൂ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവർ വേർപിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒത്തുതീർപ്പിലാക്കിയത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവസാന്നിധ്യം വെച്ചാൽ അവിടെ സമാധാനം ഉണ്ടായി. അവനാ ഭാഗ്യവാൻ. ആ സമാധാനം കിട്ടിയവനാ സമാധാനം കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാ, നമ്മൾ പള്ളിക്കകത്ത് കടന്നു പോയിട്ട് ഈ കൈ ഇങ്ങനെ കൊടുക്കും, കയ്യസ്തൂരി ഇല്ലേ, കയ്യസ്തൂരി കൊടുക്കും, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഹെഡ് ഓഫീസിൽ ഇങ്ങോട്ട് തരും. ഇത് സമാധാനം ഉണ്ടോ? നിങ്ങൾ പറ. ഞാൻ കുറ്റപ്പെടുത്തല്ല. എവിടെ നിന്ന് ദൈവത്തിൻ്റെ ഒരു സമാധാനം കൈമാറണമെങ്കിൽ സ്നേഹം വേണം. പ്രൈസിലോ, സ്നേഹം അല്ലെങ്കിൽ വട്ടപൂജ. സ്വത്രം. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരോ. സമാധാനം അതിൻ്റെ പുറകെ കിട്ടും. ഏതിൻ്റെ പുറകെയാ? നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ കിട്ടുന്നതാണ് സമാധാനം. പിന്നെന്താ കിട്ടുക? പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്ന് 4 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ഫിലിപ്പിയ ലേഖനം. സ്തോത്രം. ഈ ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ അതിൻ്റെ 4-ാം വാക്യം വ്യക്തമായിട്ട് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്നോ പൗലോസ് ദൈവത്തിന്റെ വഴി ലേഖനം എഴുതിയത് എവിടെ വെച്ചാ? കാരാഗ്രഹത്തിൽ വെച്ചെന്നേ. പ്രൈസ് ദി ലോർഡ്. ചങ്ങല ഉരുമ്മിയിട്ട് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോ പൗലോസ് ദൈവത്തിന്റെ വഴിയിൽ ലേഖനം എഴുതി, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കിടന്നിട്ട് നീ എന്ത് ചെയ്യണോ? കർത്താവിനോട് പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, കർത്താവിനോട് ചില കാര്യങ്ങൾ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതിയത് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കിടന്ന് ചങ്ങല ഉരുമ്പിയ. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? നീതീകരണം പ്രാപിച്ചതുകൊണ്ട് പൗലോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു. ആമേൻ. നീതീകരണം പ്രാപിച്ച ഒരു ദൈവം എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കും. ആമേൻ. നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും സന്തോഷം ഉണ്ടാകുന്നേ. ആമേൻ. എന്നെ വിളിച്ചതുപോലെയല്ല ശൗലിനെ വിളിച്ചത്, കൃഷ്ണന്മാരെ വിളിച്ചതുപോലെയല്ല ശൗലിനെ വിളിച്ചത്, ഒരു കൂട്ടായ്മയുടെ മധ്യം എന്നല്ല വിളിച്ചത്. ആമേൻ. മറിച്ച് ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് പ്രത്യേക വിളിയെ വിളിച്ചത്. ആമേൻ. സാധാരണക്കാരനെ വിളിക്കുന്നത് പോലെയല്ല ശൗലിനെ വിളിച്ചത്. മനസ്സിലായോ? സ്വത്രം. ഒരു സ്വത്രം പറ. ആ പൗലോസായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അതാ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ആമേൻ. നിർത്താൻ പോകുക. യോവേൽ പ്രവചനം പഠിക്കുമ്പോ യോവേൽ പ്രവചനത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട്, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. വായിച്ചിട്ടില്ലേ? എന്നാൽ എൻ്റെ യേശു കർത്താവ് ദൈവത്തിന്റെ വഴിയില് കൂടാര പെരുന്നാളിന്റെ അവസാനത്തെ ദിവസം, യഹൂദന്മാർക്ക് ഒത്തിരി പെരുന്നാളുകളുണ്ട്. പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ടുള്ള പെരുന്നാള്, ആദ്യഫല പെരുന്നാള്, സ്തോത്രം, പെന്തിക്കോസ് പെരുന്നാള്, ഒത്തിരി പെരുന്നാളുണ്ട്. 7 പെരുന്നാളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കൂടാര പെരുന്നാളിൻ്റെ എല്ലാ പെരുന്നാളുകളും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ അടുത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ കൂടാര പെരുന്നാളിന്റെ 7ാമത്തെ ദിവസം, 7 ദിവസത്തെ പെരുന്നാള്. മനസ്സിലായോ? എന്നാൽ 8ാമത്തെ ദിവസം സ്പെഷ്യലാ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, അറിയാത്ത കാര്യങ്ങൾ കേട്ടാട്ടെ. ഞാനും അങ്ങനെ തന്നെ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടാര പെരുന്നാളിന്റെ അവസാനത്തെ ദിവസം എന്ന് പറയുമ്പോൾ 7 ദിവസം കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞെങ്കിലും ഈ തൃശ്ശൂർക്കാർ പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് വേറെ ദിവസമുണ്ട് പൂരം. അത് നിങ്ങൾക്കറിയോ? എൻ്റെ മരുമകൾ തൃശ്ശൂരാ, ചെറിയ മരുമകളുടെ വീട്. ഇങ്ങനെ കേട്ടിട്ടുണ്ട് പപ്പേ. പൂരത്തിനൊന്നും പോകാൻ അവർക്ക് ഇഷ്ടമില്ല. സ്വത്രം. വ്യക്തമായിട്ട് എൻ്റെ മരുമകൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. മാറ്റമൊന്നുമില്ല. ഞാൻ കറക്റ്റ് ഹൃദയത്തിൻ്റെ അകത്തുനിന്നുള്ള പറയാം. എന്നാൽ തൃശ്ശൂർക്കാർക്കൊരു പൂരമുണ്ട്. ആ പൂരം ഞാൻ പറഞ്ഞുതരാം.
വ്യാഴം വെള്ളി പൂരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒരു സ്പെഷ്യൽ പൂരമുണ്ട്. മനസ്സിലായോ? അന്ന് ആ ദേശവാസികൾ കൂടുന്നൊരു ദിവസമാണ്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് കേട്ടിനെങ്കിൽ കേട്ടിനെന്ന് പറ. അതുപോലെ സ്പെഷ്യലായിട്ട് 8ാമത്തെ ദിവസം യേശു വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവർ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. അവൻ വരുവാനുള്ള ആത്മാവിനെ കുറിച്ചത്രേ അവൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സന്തോഷം കാണാനില്ല നിങ്ങൾക്കൊന്നും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് പ്രസംഗിക്കുന്നവർക്ക് മാത്രമല്ല, കേൾക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ കൂടെ കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ഞാൻ പറയട്ടെ, ഈ സഭ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറയാറുണ്ട്. ഏതാ സഭ? പെന്തിക്കോസ് നാൾ വന്നപ്പോൾ ഈ മാർക്കോസ് മോശക്കാരനൊന്നല്ല കേട്ടോ. മാർക്കോസിന്റെ മാളിക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അന്ന് നല്ല സമ്പത്തുള്ളവനാ മാർക്കോസ്. അത് മാത്രമല്ല, ഒലിവ് തോട്ടമൊക്കെ ഈ മാർക്കോസിൻ്റെ ആണത്രേ. ആമേൻ. അപ്പോൾ മാർക്കോസ്, നിങ്ങൾ യേശു കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്തതാണ്. ഞാൻ എപ്പോഴും പറയും, 4 സുവിശേഷം ഇല്ല കേട്ടോ, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. മത്തായി എഴുതിയത്, മാർക്കോസ് എഴുതിയത്, ലൂക്കോസ് എഴുതിയത്, യോഹന്നാൻ എഴുതിയത്. എന്നാൽ യേശുവിൻ്റെ സുവിശേഷം ഒന്നേ ഉള്ളൂ. ഏതാ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം. ഞാൻ പറയട്ടെ, അങ്ങനെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തന ദൈവത്തിന് സ്തോത്രം 120 മേൽ വന്നു. യേശുവിന്റെ അമ്മ മറിയുൾപ്പെടെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വന്നപ്പോൾ സഭയ്ക്ക് രൂപമുണ്ടായി. ഹല്ലേലൂയ. അന്ന് സഭയ്ക്ക് രൂപമുണ്ടായി. എന്നാൽ അത് മാത്രമല്ല, 3000 പേര് ദൈവത്തിന് സ്തോത്രം അത് രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള കാരണം പത്രോസ് എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ ആത്മാവിൽ അഭിഷേകത്താൽ പറഞ്ഞപ്പോൾ 3000 പേര് 3120 അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി കർത്താവ് തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. അതിലൊരു അംഗത്വം പ്രാപിച്ചവളാണോ നീ? വാസ്തവത്തിൽ ദൈവത്തിനുള്ള നീതീകരണം പ്രാപിച്ചവളാണോ? ആ കൂട്ടത്തിലുള്ളവളാണോ? അതാ നോക്കണ്ട്. സഭ ഒത്തിരി ഭൂമിയിൽ കാണും, എന്നാൽ ഇതൊന്നും സഭയല്ല, ഇതൊക്കെ മനുഷ്യർ ഉണ്ടാക്കിയതാ. IPC ആകട്ടെ, ഓർത്തഡോക്സ് ആകട്ടെ, യാക്കോബയാകട്ടെ, ഇതൊക്കെ മനുഷ്യ നിർമ്മിത. ഓർത്തഡോക്സ് സഭയായിരുന്നു ആദ്യം. അതിൽ നിന്ന് പിരിഞ്ഞതാണ് ഏത്? യാക്കോബ. അല്ലെങ്കിൽ അല്ലാന്ന് പറ, എഴുന്നേറ്റെന്ന് പറ. അതിൽ നിന്ന് പിന്നെയും വന്നു, CSI വന്നു, ഇവാഞ്ചലിക്കൽ വന്നു, അത് വന്നു, ഇത് വന്നു, പെന്തിക്കോസിലായി. ഞാൻ തെറ്റ് പറയുന്നില്ല. ആരാ പെന്തിക്കോസുകാരൻ? വ്യക്തമായി ഞാൻ പറയാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടത് ഒക്കെ ശരിയാ, സത്യ. പക്ഷെ ഒരു കാര്യം പറയാം, ആരാ രക്ഷിക്കപ്പെട്ടവൻ? ആരാ അഭിഷേകം പ്രാപിച്ചവൻ? പെന്തിക്കോസ് നാളിലെ ഈ പരിശുദ്ധാത്മാവ് ആരെല്ലാം പ്രാപിച്ചിട്ടുണ്ടോ അവനാ പെന്തിക്കോസുകാരൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ലേബിളിൽ അറിയാൻ പറ്റും. നീ IPC ആയാലും നീ ഏത് സഭക്കാരായാലും കർത്താവായ യേശു കർത്താവ് കാഹളം ധരിക്കുമ്പോൾ നീ എഴുന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം ജീവിച്ച് കർത്താവിനോട് ചേർന്ന് പറ്റിച്ചേർന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവ് വരുമ്പോൾ പോവും, അല്ലെങ്കിൽ അവിടെ കെടുക്കും. ലാബുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വതന്ത്രം. ഞാൻ നിർത്താം കേട്ടോ. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സ്വതന്ത്രം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പേരില് ആത്മാവിൽ അനേകരായി തീർന്നു. സ്വതന്ത്രം. എങ്കിലേ ഞാനും നിങ്ങൾ ഈ ആത്മാവിനെ പ്രാപിക്കണം. ഞാനിവിടെ നിർത്തുക. സ്വതന്ത്രം. അതുകൊണ്ട് നമ്മുടെ പ്രസംഗം ചെയ്തായിരുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു പറയുമ്പോ നീ നാടോടി പോലെ താഴോട്ട് നോക്കി നടക്കേണ്ടവളല്ല. താഴത്തെ കാര്യങ്ങൾ നോക്കി നടക്കുകയല്ല വേണ്ടത്. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ സ്വർഗരാജ്യം, ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ഇത് പ്രാപിച്ചോ. സമയമെടുത്തു. ഹല്ലേലൂയ. സമയമെടുത്തു. ഞാൻ വേദനയോടെ പറയട്ടെ, ഈ ദൈവത്തിന്റെ ഈ വ്യക്തമായിട്ടുള്ള നീതീകരണം പ്രാപിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശ്വാസത്താലുള്ള നീതീകരണം ദൈവത്തിന്റെ പേര് നീ പ്രാപിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കൃപയാൽ ഈ നീതീകരണം നീ പ്രാപിക്കേ. എന്നിട്ട് വാസ്തവത്തില് അതേ സമാധാനം പ്രാപിക്കേ. ഭവനത്തിൽ സമാധാനം തരും, സഭകളിൽ സമാധാനം തരും. അത് പല സ്ഥലങ്ങളിലും സമാധാനമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സമാധാനം തരുവാൻ ഒരുവനേ ഉള്ളൂ. അവന്റെ പേരത്രേ കർത്താവായ യേശു ക്രിസ്തു. അവൻ ലോകം തരുന്ന സമാധാനമല്ല, അവൻ നിങ്ങൾക്ക് തരുന്നത് ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴട്ടെ. വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് എന്നും എന്നേക്കുമായിട്ടുള്ള നിത്യതയ്ക്ക് വേണ്ടി, 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിക്കോ. 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിലെ എണ്ണയെടുത്ത ആത്മാവിനെ പ്രാപിച്ച് ഒരുങ്ങിക്കോ.
എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകാം. ഇതുവരെയും അതെ ഈ ശുശ്രൂഷയിൽ, ഈ വനിതാ വിങ്ങിൻ്റെ മീറ്റിങ്ങിൽ ആരെങ്കിലും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ, നീതീകരണം പ്രാപിക്കാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാല കണ്ണുകൾ അടച്ചാട്ടെ. കർത്താവേ, ഈ ലോകത്തിൻ്റെ നീതി വേണ്ട കർത്താവേ. കർത്താവ് തരുന്ന നീതി കർത്താവ് പ്രാപിച്ചെടുക്കുവാൻ, അതിൽ കൂടെ സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിൽ കണ്ടെത്തുവാൻ നീ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ നീതീകരണം നടക്കും. പരിശുദ്ധാത്മാവിനെ തരും. പ്രൈസ് ദി ലോർഡ്. സമാധാനം അവൻ തരും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. മത്തായി ദൈവത്തിൻ്റെ വചനം വെറുതെയല്ല അത് എഴുതി വെച്ചത്. ഒരു നീതീകരണം തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് മത്തായി പറയുക. ഹല്ലേലൂയ. ഗിരിപ്രഭാഷണത്തിൽ 5:6 നമ്മൾ വായിച്ചല്ലോ. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ദാഹിച്ചാട്ടെ, ദാഹിച്ചാട്ടെ, ദാഹിച്ചാട്ടെ. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി ദാഹിച്ചാട്ടെ. കരുണാസമ്പന്നായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ വനിതാ വിങ്ങിന്റെ ശുശ്രൂഷയിൽ അടിയന് ശുശ്രൂഷ ചെയ്യുവാൻ നീ അടിയനെ ബലപ്പെടുത്തി നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ അത് സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ലോ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രയെന്ന് തിരുവചനം വ്യക്തമായി നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്ന് തിരുവചനം പറയുമ്പോൾ തൃപ്തിയുള്ളവരായിട്ട് ഇന്ന് പകൽക്കാലം മടങ്ങി പോകാൻ നിന്റെ മക്കളെ സഹായിച്ചാട്ടെ. യൂട്യൂബ് ചാനലിൽ കൂടെ വചനം കേൾക്കുന്ന ഏവരുമായുള്ളവരെ ഇന്ന് അത് തൃപ്തിയുള്ളവരായിട്ട് മാറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതേ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും കർത്താവ് ജയം തരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ PPC മിഷന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വനിതാ വിങ്ങിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വരാൻ കഴിയാത്തവരെയും വന്നവരെയും എല്ലാം അനുഗ്രഹിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.